അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തോടാട്ടാ, നല്ല രസമുള്ളൊരു തോട്. നല്ല വെള്ളമൊക്കെ നല്ല അടിപൊളി ഒലിച്ചിങ്ങനെ പോണ അടിപൊളി നല്ല തോടാണ്. നമ്മളെ കേരളത്തിലെ തോട് എന്ന് പറഞ്ഞാൽ ജപ്പാനിലുള്ള കാണാൻ അങ്ങനത്തെ തോടൊന്നും ആവില്ല. അതിൻ്റേതായിട്ടുള്ളൊരു രസം ഉണ്ടാവും, നമ്മുടെ നാട്ടിലൊരു രസം. അടിപൊളി ഇതാ തോട്. ഇവിടെ ഇങ്ങനെ ചാടിയ അപ്പുറത്തെത്തുക, അത്രയും സെറ്റപ്പാണ്, നല്ല ഒലുവാണ്. മണലൊക്കെ ഉണ്ട് തോട്ടിൽ. വെള്ളം കുറഞ്ഞൊക്കെ ഉണ്ടാവും, വെള്ളം കൂടുമ്പോഴാണ് രസം ഉണ്ടാവുക. നല്ല തോട്ടത്തിൻ്റെ നടുക്ക്, പാടത്തിൻ്റെ തോട്ടത്തിൻ്റെ നടുക്ക് നല്ല അടിപൊളി തോടാണ് മക്കളെ കാണുന്നത്. എന്താ പറയാനുള്ളത്? എന്ത് തോടാതെ രസം? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? നിങ്ങളവിടെ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കിടക്കല്ലേ, ഞങ്ങളെ പിടിച്ചോണ്ടെന്നല്ലേ ചായ അറിഞ്ഞാണ്ട് ചായയും കുടിച്ചു. അതുപോലെ പറയും ചായയും കുടിച്ച് നല്ലൊരു പ്രകൃതി, ഒരു നമ്മളെ മൈൻഡ് ഫ്രീ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഇപ്പോൾ ഇത്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പോകണമല്ലേ. അസറിന് ശേഷം എന്താണ്? അസറിന് ശേഷം ലാത്തലും കത് സുന്ന, അസറിന് ശേഷം ഉറങ്ങലും കറാഹ എന്നാണ് അല്ലേ മുർസി? അസറിന് ശേഷം ലാത്തലും കത് സുന്ന, അസറിന് ശേഷം ഉറങ്ങലും കറാഹ. അസറിന് ശേഷം ഇങ്ങനെ നമ്മൾ നടക്കണം എന്നാണ്. അപ്പോൾ ആ നടക്കലിൻ്റെ സുന്നത്ത് നമ്മളെടുത്തു. ഇങ്ങനെ അസറിന് ശേഷം ഉറങ്ങാൻ പാടില്ല എന്നാണ്. അസറിന് ശേഷം ഉറങ്ങൽ കറാഹത്തിൽപ്പെട്ടാണ്. അപ്പോൾ ഞങ്ങൾ അതുവരെ സുന്നത്തും കൂടെ കൂട്ടിയിട്ട് ഇത് നമ്മളെ ഇവിടുന്ന് വേങ്ങരന്ന് നമ്മളെ എന്താ പറയലേ, വേങ്ങരന്ന് നമ്മൾ പാറക്കണ്ണി വരുന്ന റോട്ടിലാട്ടത്. പാറക്കണ്ണി കൂടി അങ്ങനെ നമ്മളെ എങ്ങോട്ട് പോണേ, കിള്ളങ്കോട്ട് പോണേ ആ ഭാഗത്തുള്ള തോടാണിത്. ഓക്കെ, എങ്ങനെയുണ്ട് തോട്? അഭിപ്രായം പറയട്ടെ നിങ്ങളൊക്കെ. ഇത് പാറക്കണ്ണി പാടാണ്, കൊക്കൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണലാണ് ഒരു രസം. ഉള്ള നേരം ഫുള്ള് ഫോൺമേൽ ഇങ്ങനെ തോണ്ടി നടക്കും ചിലവർ. ആ ഉള്ള സമയത്ത് ഇങ്ങനെ പണ്ടൊക്കെ ഉള്ള ആളുകൾ കളിച്ചപ്പോഴത്തെ കുട്ടികളൊക്കെ ഫുള്ള് ഇതല്ലേ, ഫോൺമേൽ കളിച്ചല്ലേ, ഗെയിം കളിച്ചല്ലേ. അപ്പോൾ അതിനൊക്കെ രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ തോട്ടിൽ വന്ന് മീൻ പിടിക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ പാടത്ത് പോവുക. അവർ സൂക്ഷിക്കണം, പാടത്തൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കണം, അത് വേറെ കാര്യം. പാമ്പുകളും സംഭവങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ സൂക്ഷിച്ചിട്ട് കൈകാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വരിക. സംഭവം ഫോൺമേൽ കളിക്കുന്നത് കേടാണ്. നമ്മളെ മൈൻഡ് കുറഞ്ഞു, നമ്മളെ തലച്ചോറിൻ്റെ ശക്തി കുറയും, കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടും. ഇങ്ങനത്തെ കാണുമ്പോൾ നമ്മളെ കണ്ണി നല്ല കുളിർമയാണ്. എങ്ങനെയുണ്ട് ജലീൽ ഉസ്താദ് സ്ഥലം? സൂപ്പറായിക്കണേ. വീഡിയോ കണ്ടുകൊണ്ട് പറയും, നിങ്ങൾ ബാക്ക് ഒക്കെ അല്ലേ യൂസുഫ് അല്ലേരാ? എങ്ങനെയുണ്ട് സ്ഥലം? സൂപ്പറല്ലേ? ഇങ്ങനെ അതല്ലേ ഞാൻ പറഞ്ഞേ, ഇങ്ങനെ നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ അടിച്ചു കൂട്ടി നിൽക്കുക വേണ്ടത്, അതല്ല നമ്മളിങ്ങനെ പുറത്തിറങ്ങുക. എന്താ നിങ്ങളെ അഭിപ്രായം? പുറത്തിറങ്ങി നടന്നാലും മനസ്സിന് ടെൻഷനൊക്കെ ഇല്ലാതാവും. അതെ, യൂസുഫ് അല്ലേര് പറഞ്ഞ മാതിരി സന്തോഷം ഹാപ്പി നിലനിർത്താം. നമ്മളിങ്ങനെ യാത്ര ചെയ്യണം അല്ലേ? ഇമാം ഷാഫി തങ്ങൾ എന്താ യാത്രനെ പറ്റി പറഞ്ഞിട്ടുള്ളത്? കെട്ടി നിൽക്കുന്ന വെള്ളം പോലെയാണ്. യെസ്, കെട്ടി നിൽക്കുന്ന വെള്ളം പോലെ. അതൊക്കെ ഈ വെള്ളം കെട്ടി നിന്നത് കണ്ടില്ലേ ചണ്ടികളൊക്കെ, അതുപോലെ തന്നെ കെട്ടി നിൽക്കുന്ന വെള്ളം പോലെയാണ് യാത്ര ചെയ്യാത്തവൻ്റെ ഹൃദയം, മനസ്സ്. നമ്മളെ ഹൃദയങ്ങളൊക്കെ എന്താവണം? ഒലിച്ചുകൊണ്ടിരിക്കുന്നതായ ഹൃദയങ്ങൾ. അപ്പോൾ അതിലേക്ക് ഒലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ പുതിയ സംഭവങ്ങൾ വീണ്ടും ഇങ്ങനെ കയറും. അതുകൊണ്ട് നമ്മൾ ഈ പ്രകൃതി ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മളിങ്ങനെ അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹുവിന് നന്ദി ചെയ്യുക. എന്താണ്? ലൈൻ ശക്കർത്തും ല അസീദന്നക്കുന്നല്ലേ, നിങ്ങൾ നന്ദി ചെയ്താൽ അള്ളാഹു താല നിങ്ങൾക്ക് ഏറ്റി നൽകുമെന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓരോ സംഭവം, നമുക്ക് എന്തൊരു സാധനം കിട്ടുകയാണെങ്കിലും നമ്മൾ അള്ളാഹുവിന് നന്ദി ചെയ്യുക. നന്ദിയുള്ളൊരു അടിമയായിട്ട് നമ്മൾ ജീവിക്കുക. അള്ളാഹു താല നമ്മളൊക്കെ നന്ദിയുള്ള അടിമകളായി ജീവിപ്പിക്കട്ടെ. കണ്ടോളി, നല്ല രസമുണ്ട്. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.